റോബിനായിട്ടുള്ള പരിചയം എങ്ങനെയാണ്? ഒരു ഇന്റർവ്യൂയിലൂടെ ആണല്ലോ എല്ലാരും അറിയുന്നത്. അതെ അതെ, അത് ഇന്റർവ്യൂ അത് കഥയാണല്ലോ. അല്ല, പൊടിയാണ് എന്റെ ഫ്രണ്ട് ആയിരുന്നത്. അതായത് ഇന്റർവ്യൂവിന് പൊടി വന്നല്ലേ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റോറി ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി. പൊടിനെ ബാധിക്കരവിടെ ബാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു പെരുന്നാളിന് ഞങ്ങൾ കൂടിയതാണ്. അപ്പൊ അന്നാണ് റോബിനെ ഞാൻ ആദ്യമായിട്ട് ഡയറക്റ്റ് കാണും. അപ്പൊ അത് പറഞ്ഞൊരു ഇന്റർവ്യൂ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൂടുതൽ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാരെ പറ്റുന്ന രീതിയിലാണ് പൊടി നോക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അങ്ങനെ അതിനോടൊപ്പം നമ്മൾ ആ ഒരു സൗഹൃദം ഇങ്ങനെ മുന്നോട്ട് പോയി. പൊടി അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണോ അതോ? അൺഎക്സ്പെക്ടഡ് അന്നിന് ഞാൻ വിളിച്ചതാണ് പൊടിയോ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കാരണം എനിക്ക് ബിഗ് ബോസിനെ പറ്റി അത്ര ചോദ്യം ചോദിക്കാനുള്ള അതില്ല. പിന്നെ നമ്മള് ഡയറക്ഷൻ ഏരിയയാണ്. നമ്മള് പറഞ്ഞ അഭിനയിച്ച് പരിചയമില്ല, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്ത് പരിചയമില്ല. ആ പുള്ളിക്കാരിയാണെങ്കിൽ തെലുങ്ക് പടമൊക്കെ ആക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞിങ്ങനെ ജസ്റ്റ് അങ്ങനെ ഇരിക്കുമ്പോ വന്നു. അപ്പോ അന്ന് ഇന്റർവ്യൂ ഇറങ്ങിയപ്പോഴും ഇപ്പം പൊടിയെ ബിഗ് ബോസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൊണ്ടുവന്നെങ്കിലും റോബിനെ ഇമ്പ്രൂവ്മെന്റ് ആയില്ല, വേസ്റ്റ് നോക്കിയൊന്നും ആവില്ല. പക്ഷെ റോബിനാണ് ഞങ്ങളോട് ചോദ്യം ചോദിക്കണ്ടായിരുന്നു മൊത്തം. കാരണം ഞങ്ങള് പ്രേഡെല്ലാം മനസ്സിലാവുകയും പിന്നെ കുറച്ച് നാളുകളോടൊപ്പം ഒരുമിച്ചുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? അന്ന് ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോ ഇങ്ങനൊരു ഇന്നിപ്പോ വിവാഹത്തിലെത്തി നിൽക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആ മൊമെന്റ്? എന്ത് തോന്നുന്നു? അല്ല, അത് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം 2 വർഷം നമ്മൾ ടെൻഷൻ അടിച്ച് ആക്ച്വലി ഞാനാണ് അതിനൊരു പൊടിയോടാണെങ്കിലും റോബിനോടാണെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലൊക്കെ നമ്മൾ തന്നെയാണ്. അത് ഒരു ദൈവത്തിന്റെ നിയോഗമാണെന്ന് ഞാനിപ്പോഴും പറയാറുണ്ട്. അത് അത്രയും എന്താ പറയുക, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അതിലൊരു തീരുമാനം വന്ന് പറഞ്ഞത്. അപ്പോ പൊടിക്കും അതിലൊരു ഡിസിഷൻ എടുക്കാൻ എല്ലാവർക്കും ഉണ്ടാവല്ലോ. ലൈഫിന്റെ കാര്യം ഒരു ഇന്റർവ്യൂവിന് വന്നു. എല്ലാവരും അവര് അച്ഛനമ്മ എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്. ഞാനിങ്ങനെ ഒരു സീരിയസ് ആയിട്ട് റോബിനാണ് ആദ്യം പറയുന്നത് വിവാഹം കഴിച്ച കൊള്ളാമെന്നുണ്ട് എന്നുള്ളത്. കുറച്ച് അത് പരിചയപ്പെട്ട ഞാൻ അവരുടെ അച്ഛനായിട്ട് സംസാരിച്ചു. ഞാൻ ഇന്റർവ്യൂവിൽ വന്നിട്ട് എനിക്ക് എന്താ നീ സംസാരിക്കണത് ചോദിച്ചു. പക്ഷെ അത് എല്ലാവരും ചോദിക്കുന്നത് അതാണ്, പരിചയപ്പെടാൻ ഓരോ നിമിത്തങ്ങളായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ പിന്നെ കുറെ ആദ്യമേ അത് അച്ഛൻ എന്താ പറഞ്ഞ? അപ്പം പൊടി അറിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു? പൊടിയും അങ്ങനെ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. നമുക്ക് തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പരിചയമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ പരസ്പരം പരിചയപ്പെടാം എന്നുള്ള രീതി. ശരി. ഓക്കെ.